ഇന്ത്യൻ ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരെ പെരുവഴിയിലാക്കി ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കുത്തക മാതൃകക്ക് നൽകേണ്ടി വന്ന വലിയ വിലയാണ് ഇൻഡിഗോയുടെ പരാജയത്തിലൂടെ വ്യക്തമായതെന്ന് രാഹുൽ ഗാന്ധി. കാലതാമസം, അനിശ്ചിതത്വം, നിസ്സഹായത എന്നിവയ്ക്ക് ഒരിക്കൽ കൂടി സാധാരണ ഇന്ത്യക്കാരൻ വലിയ വില നൽകേണ്ടി വന്നിരിക്കുന്നു. കുത്തകകളല്ല, മറിച്ച് എല്ലാ മേഖലകളിലും ന്യായമായ മത്സരമുള്ള സംവിധാനം രാജ്യം അർഹിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 1200 മുതൽ 1500 വരെ ഫ്ലൈറ്റുകളുടെ യാത്രകൾ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നു എന്നത് യാത്രാ വിമാന മേഖലയിലെ ഒരു കുത്തകക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ദൃഷ്ടാന്തമാണ്. കേന്ദ്ര സർക്കാർ ഒരു ഫ്ലൈറ്റ് ഡ്യൂട്ടി നിയമം കൊണ്ടുവന്നു. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളായി, അതായത് ഡിസംബർ 2 മുതൽ 5 വരെ ഇൻഡിഗോ യാത്രാ വിമാന കമ്പനി ക്യാൻസൽ ചെയ്തത് 1200-ൽ പരം വിമാന സർവീസുകൾ. ശനിയാഴ്ചയും 1000-ലധികം സർവീസുകൾ മുടങ്ങുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു കഴിഞ്ഞു. ഈ കമ്പനിയാണ് രാജ്യത്തെ യാത്രാ വിമാന മേഖലയിലെ 70% ഓഹരികൾ വഹിക്കുന്നതെന്ന് മറക്കരുത്. ആയിരക്കണക്കിന് യാത്രക്കാരെ 6-7 മണിക്കൂറുകൾ വിമാനത്താവളങ്ങളിൽ അവർ അക്ഷരാർത്ഥത്തിൽ കെട്ടിയിട്ടു. കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ദുരിതം പേറി. ഇന്ന് ഡിസംബർ 6. പ്രശ്നം പരിഹരിക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് മുൻപിലുണ്ട്. കുത്തകകളും സർക്കാരും എത്ര കണ്ട് കഴിവുകെട്ടവരും കണ്ണിൽ ചോരയില്ലാത്തവരുമാണെന്നാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കൂട്ടറദ്ദാക്കലുകളോടൊപ്പം അവശേഷിക്കുന്ന വിമാനങ്ങളുടെ ടിക്കറ്റുകളിലെ നിരക്കുകൾ 1 ലക്ഷത്തിന് മുകളിൽ കടത്തി 1.5 ലക്ഷം വരെ വർദ്ധിപ്പിച്ചത്. മോദി സർക്കാരിൽ നിന്ന് ഒരുത്തരും ഇതിനെ ചോദ്യം ചെയ്ത് കണ്ടില്ല. പുടിൻ അടക്കമുള്ള റഷ്യൻ സംഘത്തിന് മുന്നിൽ ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തള്ളിമറിക്കുന്നേരം വിമാനത്താവളങ്ങളിൽ ആയിരങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഇന്നലെ രാത്രി വൈകിയും ഇന്നും പ്രതിഷേധം തുടരുകയാണ്. അടിയന്തര യാത്രകൾക്കായി എത്തുന്നവർ വരെ മണിക്കൂറുകളാണ് വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരുന്നത്. മുംബൈ, ഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന നിരവധി ഇൻഡിഗോ, എയർ ഇന്ത്യ വിമാനങ്ങൾ മണിക്കൂറുകളാണ് വൈകിയത്. ഡിസംബർ 3 രാത്രി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം വ്യാഴാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത്. തടസ്സങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ബുക്കിംഗുള്ള എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ വിമാനങ്ങളുടെ നില പരിശോധിക്കണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതേസമയം വിമാന ഡ്യൂട്ടി സമയ നിയന്ത്രണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി വ്യോമ മന്ത്രാലയം പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ സ്ഥിതി സാധാരണ നിലയിലാകുമെന്നും കമ്പനി പറയുന്നു. തിരുവനന്തപുരത്ത് 5-ഉം, കൊച്ചിയിൽ 3-ഉം, കണ്ണൂരിൽ 2-ഉം, കരിപ്പൂരിൽ 1 സർവീസും റദ്ദാക്കി. ആയിരങ്ങളെ പെരുവഴിയിലാക്കി. ദിവസങ്ങൾ പിന്നിടുമ്പോഴും കേന്ദ്ര സർക്കാർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ശരിക്കും ഈ രാജ്യത്ത് ഒരു വ്യോമയാന മന്ത്രാലയം ഉണ്ടോ?